മട്ടാഞ്ചേരി ചക്കരയിടുക്കിൽ നിന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു ദൃശ്യം കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായത്. വേറൊന്നുമല്ല, 3 അംഗ കുടുംബം ഒരു കാടിനുള്ളിൽ ആസ്പെറ്റോസിറ്റ ഷീറ്റിനകത്ത് താമസിക്കുന്നതായിരുന്നു. അത് ആ വീട്ടിൽ താമസിക്കുക കുഞ്ഞിനോട് തന്നെ ചോദിക്കാം. ആസിയ അല്ലേ, എത്രയാണ് പഠിക്കുന്നത്? 6ലാണ് പഠിക്കുന്നത്. ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? എത്ര നാളെ ഇങ്ങനെ ജീവിക്കുന്നു? കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ്. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പാമ്പിനെയൊക്കെ ഭയങ്കര ശല്യമാണ്. പട്ടികളെ എന്താ പറയുക, കുറേ പട്ടികളും അത് ഇതും ഉണ്ട്. മേളിൽ നിന്നൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം മൂടി വെച്ചിട്ട് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. അതുപോലത്തെ ഭയങ്കര സാഹചര്യമായി ഒറ്റമുറി തന്നെയായിരുന്നു. മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? മഴക്കാലത്ത് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാൻ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് ഉമ്മ പോണത്. അടുപ്പ് കത്തൂല ചില സമയത്തൊന്നും. എന്ത് ചെയ്യാനാണ്, ചെയ്യാനുള്ള കഴിവില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾ ജീവിച്ചു. പൊളിയാനുള്ള സാഹചര്യം ഡേഞ്ചറായപ്പോൾ ഒരു ഷെഡ് കിട്ടി. ആര് പൈസ തന്നെ ഉണ്ടാക്കാന്ന് വെച്ച് പൈസ ഇല്ലെന്ന് നിലവിൽ പണിയില്ല. അപ്പോൾ ആൾക്കാർ ഇത് കണ്ടിട്ട് മുതലെടുത്ത് എല്ലാ സ്ഥലം പോയി വിറ്റിക്ക. പുറത്തുള്ളവർ വന്നിട്ട് എൻ്റെ സ്ഥലമെന്ന് പറയും. പണുള്ളവർ പറയുമ്പോൾ ആൾക്ക് ജനങ്ങളൊക്കെ പറഞ്ഞാൽ അവരുടെ സ്ഥലമാണെന്നും പറഞ്ഞ് നിൽക്കണം. ഈ മഴയും ഇതും പാമ്പും ഇതെല്ലാം എഴുജന്തുക്കളും എല്ലാം സഹിച്ചവിടെ കിടന്ന് ലാസ്റ്റ് കെട്ടാണ്ടാണ് ഇവർ പല RDOക്കും സബ് കളക്ടറിനും ഇവിടുത്തെ കോടതിയിലും പല സ്ഥലങ്ങളിൽ പേപ്പർ കൊടുത്ത് ഞങ്ങൾക്കൊരു ഷെഡിലും കെട്ടി നമുക്ക് ഇടുന്നോട്ടേന്ന്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്താൽ കൊച്ചിൻ അക്കാദമി പോലുള്ള ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കൊച്ചിക്കാർ ഗ്രൂപ്പ് വീട് വെച്ച് കൊടുക്കാന്നുള്ള ഏറ്റെടുത്തിട്ടുണ്ട്. MLA രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടുകൂടി അവർക്കൊരു വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഞാൻ ആലോചിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ചെയ്യുമത്. അവർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആസ്യ എന്നൊരു കുട്ടി പഠിക്കുകയാണ്. ഇത് ഒരിക്കലും ഇങ്ങനെ ബോധപൂർവ്വം സംഭവിച്ചിട്ടുള്ളല്ലോ ഇത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നല്ല ഇടപെടൽ നമ്മൾ വന്നിട്ടുണ്ടാവും. ആ കുട്ടിയുടെ പഠിപ്പിൻ്റെ സകല ചുമതലയും അത് കൊച്ചിൻ അക്കാദമി എന്നൊരു ഗ്രൂപ്പ് നമ്മളിൽപ്പെട്ടത് തന്നെ. അവർ അതിൻ്റെ സകല ചുമതലകളും ബാധ്യതകളും ഏറ്റെടുത്തിട്ടുണ്ട്. എന്തോരം പഠിക്കാൻ പറ്റുമോ അത്രയും പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ഒരു 450 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, കിച്ചൺ ഉൾപ്പെടുന്ന ടോയ്ലറ്റ് ഉൾപ്പെടുന്ന ഒരു വീടിൻ്റെ പണി നമ്മൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ശരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 18 മണിക്കൂറിനകം കുട്ടിയുടെ വിദ്യാഭ്യാസവും വീടും ഏറ്റെടുത്തെന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമല്ലേ. ഇപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടിരിക്കേണ്ട പല ആളുകളും മുഴുവനായിട്ട് ചിലവ് ഏറ്റെടുത്തിട്ട് ചെയ്തു കൊടുക്കാൻ. ദുരിതം എത്തിച്ചതിന് പിന്നാലെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടു തുടങ്ങി. MLA എത്തി, അതോടൊപ്പം തന്നെ മറ്റ് ഇതര ആളുകളെല്ലാവരും എത്തി. ഇനി അവർക്ക് നല്ല ഒരു അടച്ചുറപ്പുള്ള ഒരു വീടാണ് കിട്ടേണ്ടത്. അത് ഉടനടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.